ലർക്ക് ലർക്ക് മൂവി മറ്റൊരു പടം ഇല്ലാത്ത കാരണം കണ്ട ഒരു മൂവിയാണ്. തനി ഒരു സീരിയൽ പടം. ഇതിനപ്പുറം ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇതിൻ്റെ ഡയറക്ടർ എം എ നിഷാദ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പോസ്റ്ററിലെല്ലാം സൈജു കുറുപ്പിൻ്റെ ഫേസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫേസ് കൊടുത്തത് എന്തിനാണെന്ന് അറിയില്ല. ആകെ 2 സീനിലാണ് സൈജു കുറുപ്പ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ് സൈജു കുറുപ്പ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഇഴഞ്ഞ് പോണ പോലെ തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെ പറയാതിരിക്കുകയല്ലേ, ഇത് വറ്റ ശോകം, അത്രയ്ക്ക് മോശം പടം. ഇതിൽ എം എ നിഷാദിനെ അഭിനയിക്കാൻ വേണ്ടി എടുത്ത പോലെയാണ് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. ഇത് കുറേ കഥാപാത്രങ്ങളുണ്ട്. സൈജു കുറുപ്പൊക്കെ ആകെ 2 സീനിൽ വന്നു പോകുന്നത്. അതിൽ മെയിൻ പോസ്റ്ററിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മളാ ഒരു സൈജു കുറുപ്പാണ് നായകൻ എന്ന രീതിയിലാണ് എല്ലാവരും പടം കാണാൻ പോകുമല്ലോ. അതിൽ നായകൻ എം എ നിഷാദാണ്. അതിൻ്റെ പ്രൊഡ്യൂസറും സ്റ്റോറി എല്ലാതും ചെയ്തിട്ടുള്ളത് എം എ നിഷാദാണ്. അല്ലാതെ ഈ പടത്തിനൊന്നും ഒരു പ്രൊഡ്യൂസർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പടം കണ്ടിട്ട് അത്രയ്ക്ക് മോശം പടം. 2 മണിക്കൂർ 10 മിനിറ്റ് ഒന്നും പറയാനില്ല. ടെക്നിക്കൽ സൈഡൊന്നും നോക്കുക വേണ്ട, അത്രയ്ക്ക് പറ്റ ഷോക്ക് പടം. കുറേ ആക്ടേഴ്സിനെ ഇവർ കൊടുത്തിട്ടുണ്ട്. അനുമോൾ, അതുപോലെ അജു വർഗീസ്, TG രവി, സ്മിനു ഷിജോ, പ്രശാന്ത് അലക്സാണ്ടർ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഭയങ്കര ഒരു ഇതുപോലെ വെറുതെ കുറേ ക്യാരക്ടേഴ്സിനെ കൊടുത്തിട്ട് ഒരു ദിവസം 2 ദിവസമൊക്കെ അഭിനയിപ്പിച്ചിട്ട് വിട്ട പോലെ തോന്നും. പണ്ട് നമ്മളെ നാട്ടിൽ അരിക്കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് ഇൻസ്പിറേഷനായിട്ടാണ് എം എ നിഷാദ് ഈ പടം എടുത്തുള്ളത്. പടം കണ്ടാൽ അറിയാൻ പറ്റും. പക്ഷെ ഇതിൽ ആനയും പുലിയും ഒക്കെ കൂടി ഒരുമിച്ചാണ് വരുന്നത്. അതായത് ഈ വനപ്രദേശത്തിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതിനെ അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചിട്ടും വരുന്ന ആൾക്കാർക്കിടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ പടം മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ രക്ഷകനായിട്ടാണ് എം എ നിഷാദ് വരുന്നത്. ഈ മൃഗയിലെ വാറുണ്ണിരെ പോലെ ആൾ രക്ഷകനായിട്ടാണ് ഇവിടെ അവതരിച്ചിട്ടുള്ളത്. ഒരു സൂപ്പർ ഹീറോ ആവാൻ വേണ്ടിയിട്ടാവും ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത് മെയിൻ ഹീറോ ആയിട്ട് വന്നിട്ടുള്ളത്. ഭയങ്കര ഷോക്കായിട്ട് തോന്നി. അഭിനയമായാലും ഡയറക്ഷനായാലും ടെക്നിക്കൽ സൈഡ് പിന്നെ പറയേ വേണ്ട, അത്രയ്ക്ക് മോശമായിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് വളരെ ഇഴഞ്ഞു പോകുന്നൊരു സിനിമ. ഇതിനപ്പുറം ഈ സിനിമയെ കുറിച്ച് ഒന്നും പറയാനില്ല. കുറേ അഭിനേതാക്കളെ ഒരു ദിവസം 2 ദിവസത്തിനൊക്കെ വിളിച്ചിട്ട് അവരെ അഭിനയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അല്ലാതെ ഇതിനെടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. മ്യൂസിക്കായാലും അതിൽ ബാക്കി ടെക്നിക്കൽ സൈഡായാലും ഓവറോൾ ഒരു പറ്റ ശോക പടം. മറ്റൊരു പടം ഇല്ലാത്ത കാരണം കണ്ട പടമാണിത്. വേറെ ഒരു പടങ്ങളും ഉണ്ടായിരുന്നില്ല.